ഹലോ ഗൈസ്, സ്പൂൺ ഫൗണ്ടേഷൻ കണ്ടെങ്കിൽ വിചാരിക്കും ഞാൻ ഫൗണ്ടേഷൻ വരുത്തിനാണെന്ന്. എന്നാ അല്ല, അടുത്തൊരു എക്സ്പെരിമെന്റ് ആയിട്ട് ഞാൻ വന്നേക്കുന്നത്. സ്പൂണിലോട്ട് ഫൗണ്ടേഷൻ വെച്ച് കൊടുത്ത് അതായത് ലൈറ്റർ വെച്ച് നന്നായി അങ്ങ് ചൂടാക്കുക. ഫേസിന്റെ അടുത്ത് നിന്ന് കുറച്ചൊന്നും മാറ്റി പിടിക്കുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് അല്ലായിരിക്കും. ഫൗണ്ടേഷൻ അങ്ങ് ചൂടായി പുക വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് ഫിയർ ആയി, ഇനി പൊട്ടിത്തെറിക്കും, എന്തുണ്ടാവുന്ന അറിയില്ലല്ലോ. അങ്ങനെ പേടിച്ച് ഫേസിന്റെ അടുത്ത് നല്ലൊന്നും മാറ്റി പിടിച്ച് അപ്പോൾ പുക മാത്രമേ വന്നുള്ളൂ, വേറെ ഒന്നും പൊട്ടിത്തെറിച്ചൊന്നുമില്ല. ആ ചൂടോടെടുത്ത് ഫേസിൽ തേക്കരുത്. ഇങ്ങനെ ഫൗണ്ടേഷൻ ചൂടാക്കി മെൽറ്റ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നല്ല കവറേജ് കിട്ടുന്നതാണ് പറയുന്നത്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഇതാ കവളില് 2 കവളിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു നോർമൽ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഒരു കവളിലെ മാർക്കിന്റെ മുകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് എന്നിട്ട് അതൊന്ന് നല്ല രീതിക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് അടുത്ത കവളിൽ മെൽറ്റ് ആക്കി ഫൗണ്ടേഷൻ തേച്ച് കൊടുക്കുകയാണ്. ഇത് സ്പൂണിൽ നിന്ന് ഡയറക്റ്റ് തോണ്ടി എടുത്തുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വന്ന് എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത് ഒരു ബ്ലാക്ക് കളർ കൊടുത്തത് കാണണ്ടായില്ല, നല്ലൊരു കവറേജ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു ഇപ്പുറത്തെ കവളിൽ ഞാൻ കുറച്ചല്ലേ ഇട്ടുള്ളൂ, അപ്പൊ ഒന്നും കൂടി ഞാൻ നോർമൽ ഫൗണ്ടേഷൻ എടുത്തിട്ട് ഇപ്പുറത്തെ കവളിലിട്ട് എന്നിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുത്ത്. നോർമൽ ഫൗണ്ടേഷൻ ഇട്ടത് കവറേജ് ആയില്ല, അത് നല്ല രീതിക്ക് കാണുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് കളർ. ഇത് നല്ലൊരു കിഡിലൻ ഹാക്കാണ്. ആക്നി മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു ഹാക്ക് ട്രൈ ചെയ്യാം. അപ്പൊ ഓക്കെ, ബൈ.